അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ മനോഹരമായൊരു വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് വീക്ഷിക്കുന്ന മനോഹരമായ നിമിഷം, സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാക്കേണ്ട നിമിഷങ്ങൾ. എത്രയോ ദുആ വസിയ്യത്തുകളാണ്, എത്രയോ സങ്കടങ്ങളാണ്. ജീവിതത്തിൽ തോറ്റുപോയവർ, നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹു നിങ്ങളെ കൈവിടില്ല. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളൊക്കെ റബ്ബുൽ ആലമീൻ നമുക്ക് തരുന്നത് നമ്മളവനിലേക്ക് അടുക്കാനാണ്. നമുക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കാനുള്ള മാർഗമായിട്ട് പടച്ചോൻ തരികയാണ്. പിന്നെ നമ്മൾ എന്തിനാ അത് തട്ടിക്കളയുന്നത്? അപ്പം നല്ല ബോധ്യത്തിൽ ഈ മജ്ലിസിൽ പങ്കെടുക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആളുകളാണ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആകെ നമ്മൾ തകരും, ഇല്ലേ? കുടുംബത്തിൽ സമാധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചിലർ തീരെ പരിശ്രമിക്കൂല കേട്ടോ സമാധാനം കിട്ടാനായിട്ട്. ചില ആളുകൾ പറയാം, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യാനുണ്ട് ഉസ്താദേ, അവരുടെ കൽബൊന്നും മാറണില്ല. എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സ്നേഹിക്കണം, എൻ്റെ ഭാര്യ ഒന്ന് നന്നാകണം, എൻ്റെ അമ്മായിയമ്മ ഒന്ന് നേരെയാകണം, ഇല്ലേ, മക്കളൊന്ന് വഴിയിലേക്ക് വരണം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സങ്കടത്തോടെ കുടുംബ വിഷയങ്ങൾ പറയുന്നവർക്ക് വേണ്ടിയിട്ട് യാ വദൂദ്, വദൂദായ റബ്ബുൽ ആലമീനെ വിളിച്ച് നമുക്കൊന്ന് ദ്വാരക്കണ്ടേ. 33 തവണ ഈ മനോഹരമായ ഇസ്മൊന്ന് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്താന്നേ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കും, നമുക്കിടയിൽ മഹബത്ത് തരും, പിണക്കങ്ങളെ മാറ്റും, അള്ളാഹു സന്തോഷം തരും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. യാ വദൂദു യാ അല്ലാഹ്, 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 യാ വദൂദു യാ അല്ലാഹ്. വദൂദായ സ്നേഹം നിറച്ചു നൽകുന്നവനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഐക്യം നീ നൽകണേ അല്ലാ. പടച്ചോൻ്റെ കാരുണ്യത്തിലാണ് ഈ സംഗതികളൊക്കെ ഇരിക്കുന്നത്, അല്ലേ? അള്ളാൻ്റെ കാരുണ്യം കിട്ടിയില്ലെങ്കിൽ പോയില്ലേ? അള്ളാൻ്റെ കാരുണ്യത്തിനാണ് എല്ലാം നിലനിൽക്കുന്നത്. നമ്മൾ ജീവിക്കണത്, ശ്വസിക്കണത്, കുടിക്കണത്. നമ്മുടെ ലൈഫിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അത് റഹ്മാൻ റഹീം തന്നെയാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം, അല്ലേ? ആ ബിസ്മില്ലാഹിയോടൊപ്പം അള്ളാഹുവിന് അവൻ്റെ പ്രതാപം അറിയിക്കാൻ പറ്റിയ യാ മുത്തക്കബ്ബിർ, ഇല്ലേ? ബിസ്മില്ലാഹിൽ മുത്തക്കബ്ബിരിൽ അസീസിൽ ഗഫാർ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ പടച്ചോൻ സിമ്പിളായിട്ട് അവൻ കാരുണ്യവാനാണ്. കാരുണ്യവാനേ എന്ന് വിളിക്കണത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അവൻ വെച്ചത്. ഒരു 11 ബിസ്മി ചൊല്ലിക്കുക, എന്നിട്ട് നമുക്ക് റഹ്മാൻ എന്ന ആ ഇസ്മ അല്ലാഹനെ ഒന്ന് വിളിക്കണം 11 തവണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി വല്ലാത്ത ആയുധം തന്നെയാണ്, കപ്പലിനെ ചലിപ്പിച്ച ബിസ്മില്ലാ. ആ ബോധ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. അതുകൊണ്ട് തന്നെ കാരുണ്യവാനായ റബ്ബിനെ ഒന്ന് വിളിച്ച് യാ റഹ്മാനു യാ റഹീമു യാ അല്ലാഹ് അല്ലേ. അവൻ അല്ലാഹുവാണ്, അവൻ കാരുണ്യവാനാണ്. ദുനിയാവിൽ എല്ലാവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നമ്മൾ എന്തോരം തെറ്റ് ചെയ്തിട്ട് അല്ലാഹ് നമുക്ക് വെള്ളം തരുന്നു, വായു തരുന്നു, നമ്മളിങ്ങനെ താങ്ങി പിടിച്ചേക്കല്ലേ. എന്നിട്ട് നമ്മൾ നന്ദിയില്ലാത്തവരായാലും ശരിയാണോ? നന്ദിയുള്ള അടിമകളാകണ്ടേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മനസ്സറിഞ്ഞ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 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 യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ഇനി മനോഹരമായ കുറച്ച് ദിക്റുകളും ചൊല്ലി, മുത്തുനബിയുടെ രാവാണത്, മുത്തുനബിയുടെ മദ്ഹുകളും ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം, വേണ്ടേ? അള്ളാഹു നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹ് ഹാസുലാക്കട്ടെ. ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ കുടുംബം നീ നന്നാക്കി തരണേ അല്ലാ, ജീവിതത്തിൽ വിജയം തരണേ അല്ലാ, പരീക്ഷകളിലും മറ്റു മേഖലകളിലും നീ ഔന്നത്യം നൽകണേ റഹ്മാനെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കട്ടെ. മനസ്സറിഞ്ഞിട്ടൊന്ന് ചൊല്ലിക്ക് അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വ അഹ്ലിഹി അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വ അഹ്ലിഹി اللهم صل على النور وأهله 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 അർഹമുർറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിന് നീ സമാധാനം തരണേ അല്ലാഹ്. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാഹ്. ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട് റഹ്മാനേ. എല്ലാവരുടെയും വേദനകൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. നീ സമാധാനം നൽകണേ അല്ലാഹ്. സ്വലാത്ത് കൊണ്ട് ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതിരറ്റ പ്രണയം തരണേ അല്ലാഹ്. അവിടത്തോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അത്ഭുതം നിറഞ്ഞ ദിക്ർ ഇല്ലേ? രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ കാവൽ, വൈകുന്നേരം ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ കാവൽ. ഏതാണ് ആ ദിക്ർ? മഗ്രിബിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും നമ്മളോട് ചൊല്ലാൻ കൽപ്പിച്ച ദിക്റാണത്. ഒരു 10 തവണ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു
وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു കാവൽ തരട്ടെ. നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊന്നൊരു ദിക്റില്ലേ, സ്വർഗത്തിലെ നമ്മൾ ഈ ദിക്ർ ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വർഗത്തിൽ അള്ളാഹിൻ്റെ മലക്കുകൾ ഒരു മരം നടുന്നതാണ്. സ്വർഗത്തിൽ നമുക്ക് തോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ ആശയം കൂടെ ഉൾക്കൊണ്ടാൽ എത്ര മനോഹരമാണ്. നമുക്കറിയാമല്ലോ ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ് പരിശുദ്ധൻ. എല്ലാ പരിശുദ്ധി ആർക്കാണ്? അള്ളാഹ്ക്കാണ്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നണം എനിക്കൊരു പരിശുദ്ധിയില്ല, ഞാൻ ഏറ്റവും വിനയവിധേയനായ അടിമയാണ്. അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും ആർക്കാണ്? അള്ളാഹ്ക്കാണ്. എനിക്കൊരു സ്തുതിയില്ല, എനിക്കൊരു പൊങ്ങച്ചവും വേണ്ട, ഒരു അഹങ്കാരവും വേണ്ട, ഞാനൊരു താഴെ കിടക്കുന്ന അടിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ ഉള്ളൂ. അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവനാരാണ്? അവൻ മാത്രം. എനിക്കൊരു വലിപ്പമില്ല, ഞാൻ ചെറിയവനാണെന്നുള്ള ബോധ്യത്തിൽ വിനയവിധേയനായി ഇത് ചൊല്ലുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം ഉണ്ടാവുക. 11 തവണ ഒന്ന് ചൊല്ലിക്ക്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു 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 അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ, ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. നിന്റെ റഹ്മത്തും ബറക്കത്തും ചൊരിച്ചു നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നീ സാക്ഷാത്കരിക്കണേ അല്ലാ. 2 വരി ബൈത്ത്. ഇന്ന് മുത്ത് ഹബീബിൻ്റെ രാവും പകലുമാണല്ലോ അല്ലേ? വെള്ളിയാഴ്ച രാവും പകലും അവിടുത്തെ മദ്ഹ് ചൊല്ലിയാൽ ഹബീബായ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. بكر وعن عمر
وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാം അറിയുന്ന നാഥനായ റബ്ബ് ഈ സദസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ, പിന്നണി പ്രവർത്തകർ, എല്ലാവരെയും റബ്ബുൽ ആലമീനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറയണോട്ടോ. ചെറിയൊരു ദുആയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ രാവിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ, സ്വലാത്തുകൾ എല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഏത് മുറാദുകളാണോ ഞങ്ങളുടെ കൽബിലുള്ളത് ആ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. മനസ്സമാധാനം തരണേ അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. യാ റബ്ബന, അസുഖബാധിതർക്ക് ശിഫ തരണേ അല്ലാ. ക്യാൻസർ, ട്യൂമർ പോലുള്ള മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ സൗഖ്യം കൊടുക്കണേ അല്ലാ. പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കളോട് അതവുള്ളവരാക്കണേ അല്ലാ. അതവുള്ളവരാക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ പൊന്നുമക്കളിൽ നിന്ന് നാണം കെടുന്നൊരവസ്ഥ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കൾ നിമിത്തം ജനമധ്യത്തിൽ നാണം കെടുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. അപമാനത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. ശോഭനമായ ഭാവി കൊടുക്കണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ എല്ലാവിധ അസുഖങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കച്ചവടങ്ങളിൽ ഖൈർ നൽകണേ അല്ലാ. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജയിലിലകപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, ആസ്മ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ആജിലായ ശമനം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ തമ്പുരാനെ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്കൊരാളില്ല അല്ലാ. യാ റബ്ബനാ, യാ റബ്ബനാ, നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് മുത്ത് റസൂലുള്ളാഹിന്റെ സ്നേഹം തരണയല്ല, തിരുനോട്ടം തരണയല്ല, അവിടത്തോടുള്ള അതിരറ്റ മഹബ്ബത്ത് നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണയല്ല, മർഹമത്ത് നൽകണയല്ല. ഖബറിടം പ്രകാശിപ്പിക്കണയല്ല, പ്രകാശപൂരിതമാക്കണയല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. ഈമാൻ സലാമത്താക്കണയല്ല. കൈവെടിയല്ലേ അല്ല, കൈവെടിയല്ലേ അല്ല. ഈമാനില്ലാതെ ചത്തുപോകുന്നവരിൽ പെടുത്തല്ലേ അല്ല. പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.